എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ ചാനൽ 15,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും എത്തിയത്. നിങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്, ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറയുന്നത് പോലെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ കിടക്കുന്ന ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. അതിൽ നമുക്ക് ഈ യൂട്യൂബിലിടുന്ന വീഡിയോസിൻ്റെ ക്ലാരിഫിക്കേഷൻസും ഒരുപാട് ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെത്തേഡായിരുന്നു 33 മെത്തേഡ്, അതേപോലെ തന്നെ 369 മെത്തേഡ് ഒക്കെ. അതിന് സിമിലർ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് 11-11 മെത്തേഡ്. 11-11 എന്ന് വെക്കുമ്പോൾ തന്നെ എന്താണ് 11-11 ഇസ് ലൈക്ക് ഒരു ഡോർവേ ആണ്. ഡോർവേ ടുവേർഡ്സ് സ്പിരിച്വൽ പ്രോഗ്രസ്. 11 എന്നുള്ള നമ്പർ സ്പിരിച്വാലിറ്റി ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് 11 എന്നുള്ള സംഖ്യ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്പിരിച്വൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുയിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ സാധനയാണ് ഏകാദശി വ്രതം. ഏകാദശി എന്ന് വെച്ചാൽ എന്താണ്? 11 അല്ലേ? അപ്പോൾ അത്രയും പവർഫുൾ ആയി 11 എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരുപാട് പറയുന്നില്ല, ഞാൻ ഒരുപാട് വീഡിയോ ലോങ് ആക്കുന്നില്ല. ഇഷ്ടം പോലെ ട്രഡീഷൻസിൽ 11നെ കുറിച്ചിട്ട് ഉണ്ട്. ന്യൂമറോളജിയിൽ 11 ഇസ് കൺസിഡേർഡ് ആസ് എ മാസ്റ്റർ നമ്പർ ആയിട്ടാണ്, ഹൈ വൈബ്രേഷണൽ നമ്പർ ആയിട്ടാണ് കാണുന്നത്. അതേപോലെ പല പല ട്രഡീഷൻസിലും 11 പല എന്താ പറയുക പുരാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ശൈവ പുരാണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 11നെ കുറിച്ച് കാണാൻ സാധിക്കും. പല പല ഗുരുക്കന്മാർ, ഷിർഡി അങ്ങനെയുള്ള പല പല ഗുരുക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 11 എന്നുള്ള യൂസേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ്, 11-11 മെത്തേഡ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? 11-11 മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മളുടെ ആഗ്രഹം എന്താണോ അത് പ്രസന്റ് മൊമെൻറ്റിൽ നടന്നു കഴിഞ്ഞതായി അത് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഒരു വീട് എപ്പോഴും ഞാൻ വീട് വെക്കുന്ന എക്സാമ്പിൾ പറയുന്നത് വീട് വെക്കാൻ മാത്രമുള്ളതല്ല, ഇത് ഒരു പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ഞാൻ ജോലി കിട്ടുക അല്ലെങ്കിൽ വീട് വെക്കുക എന്നൊക്കെ പറയുന്ന എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കുക. എനിക്ക് ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടുണ്ട്, താങ്ക് യു. ഇതൊരു അഫർമേഷൻ, ഒറ്റ അഫർമേഷൻ. ഓക്കെ, ഈ താങ്ക് യു രീതിയിൽ പ്രസന്റ് മൊമെന്റിൽ അതുണ്ട് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ 11 മണിയും രാത്രി 11 മണിയാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. രാവിലെ 11 മണിക്ക് നിങ്ങൾ 11 പ്രാവശ്യം ഈ അഫർമേഷൻ ഫീലോടുകൂടി എഴുതുക. ഫീലോടുകൂടി ഇത് എഴുതുമ്പോൾ നിങ്ങളത് സംഭവിക്കുന്നത്, ആ വീട് വെക്കുന്നതും ആ പെയിൻറ്റിൻ്റെ മണവും ആ വീട് ആ ഹൗസ് വാമിങ്ങിന് ആൾക്കാർ വരുന്നതെല്ലാം ഫീൽ ചെയ്തുകൊണ്ട് വളരെ പതുക്കെ വേണം എഴുതണം. ഇങ്ങനെ എഴുതി പോരും, വളരെ പതുക്കെ എഴുതുക. അതിനുശേഷം നിങ്ങൾ കണ്ണടച്ചിരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. 11 പ്രാവശ്യം എഴുതുക, രാത്രിയിലും 11 പ്രാവശ്യം എഴുതുക. അങ്ങനെ 11 ദിവസങ്ങൾ എഴുതുക. ഇത് വളരെ പവർഫുള്ളാണ്. ഇത് നിങ്ങൾ ആ വിഷ്വലൈസേഷൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. അതായത് രാവിലെ 11 മണി, രാത്രി 11 മണി, അതായത് ഒരു ദിവസം 22 പ്രാവശ്യം എഴുതുക. രാവിലെ 11 പ്രാവശ്യം എഴുതുന്ന പേപ്പർ ആയിരിക്കരുത്, വൈകിട്ട് എഴുതുക, സെപ്പറേറ്റ് ആയിരിക്കണം. 12:30 എന്ന് പറഞ്ഞല്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക പർട്ടിക്കുലർ പ്രോസസ്സാണ്. ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. നമ്മളുടെ മൈൻഡിൽ ഇമാജിനേഷനിൽ നമ്മൾ ഫ്രീക്വൻസി വിഷ്വലൈസ് ചെയ്യുന്നു, അത് നമ്മളുടെ മാനിഫെസ്റ്റേഷന് എന്താ പറയുക കൂടുതൽ ശക്തിയേകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പ്രാവശ്യം നിങ്ങൾ 11 എന്നുള്ള നമ്പർ കണ്ടെന്നിരിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴും നിങ്ങളത് കണ്ടെന്നിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട, ബട്ട് നിങ്ങൾ കണ്ടെന്നിരിക്കും. 11 എന്നുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ 11 എന്നുള്ള നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. വിശ്വാസമുള്ളവർ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിശ്വാസമാണ്. ഇതൊരു സൈക്കോളജിക്കൽ ടെക്നിക്കായിട്ടും നിങ്ങൾക്ക് എടുക്കാം. മനസ്സിന് ഒരു കോൺഫിഡൻസ് തരാനായിട്ടുള്ളൊരു ടെക്നിക്കും എടുക്കാം. എന്ത് മെത്തേഡ് ചെയ്താലും എല്ലാത്തിൻ്റെയും ഫ്യൂവൽ എന്താണ്? ആകാശത്തുനിന്ന് പൊട്ടി വീട് വരും. അതിനുവേണ്ടി പ്രയത്നിക്കണം. പ്രയത്നിക്കാതെ നമുക്കൊന്നും നടക്കില്ല.
ഗ്രേസ് പോലും പ്രയത്നിക്കുന്നവരിലേക്ക് മാത്രമാണ് വരിക. അല്ലാതെ 11 എഴുതി നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മൾ 11 അതായത് മാനിഫെസ്റ്റേഷൻ പ്രോസസ് പ്ലസ് ആക്ഷൻ, അതാണ് റിസൾട്ട് തരുന്നത്. പ്രവൃത്തി ഇല്ലെങ്കിൽ ഒരു ഗ്രേസും വരത്തില്ല. അപ്പോൾ പ്രവൃത്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ളതുമായിട്ടുള്ള പല ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ റിലേഷൻഷിപ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോട്ടറിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങളത് ചെയ്യുക, ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.